ഹായ്. ഞങ്ങൾ 2 കൊല്ലം മുമ്പ് ദുബായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോയത് നമ്മുടെ ദുബായ് ഫ്രെയിമിലേക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണിത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനിത് 2 കൊല്ലം മുമ്പ് ഇട്ട കാരണം ഇത് ഇങ്ങനെ വീഡിയോ പിടിക്കണമെന്നോ യൂട്യൂബ് ചാനലൊന്നും ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ നമ്മൾ ഇതിൽ വന്ന് ഇടണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ചെയ്തതാണ്. പിന്നെ ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടിപൊളി ഈ ഡ്രസ്സൊക്കെ ബട്ടർഫ്ലൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവർ. ആ കളർ മുഖം മാത്രമുള്ള വ്യത്യാസം, ബാക്കിയൊക്കെ ബട്ടർഫ്ലൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഇതിന് ആയുസ് കുറവാണ്. 1-2 ദിവസത്തെ ആയുസുള്ളൂ. അത് പെട്ടെന്ന് പെട്ടെന്ന് വളരും ചെയ്യും, അത് നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ അതെ പല പല കളറുകളാണ്. പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചൊക്കെ വലിപ്പം വരും കേട്ടോ. അത്രയ്ക്ക് നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണിത്. പിന്നെ നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ കാണാനും പിടിക്കാനും എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടായിരുന്നു. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അവിടേക്ക് പോയി. പിന്നെ അതുപോലെ പാലസുകളാണ്. പാലസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പാലസുകളാണ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന പാലസുകളാണ് കേട്ടത്. അതൊക്കെ എന്താ പറയുക, സ്വർണം കൊണ്ട് ഉണ്ടാക്കി വെച്ച പോലെയാണ് ഓരോന്നൊക്കെ കാണുമ്പോൾ. അവിടുത്തെ ലൈറ്റുകളും അതുപോലെ എല്ലാ സാധനങ്ങളും, അത് മേശ കസേര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ അടിപൊളി ഭംഗിയാണ്. പിന്നെ അവിടുത്തെ ഒരു മോസ്കിലേക്ക് പോയി ഞങ്ങൾ. അപ്പോൾ ആ മോസ്കിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് പോകാനുള്ള ഭാഗ്യം കിട്ടി. മുടിയൊന്നും കാണാൻ പാടില്ല അവിടെ, അങ്ങനെ തല മൂടിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ആ ഭാഗത്ത് പിന്നെ എല്ലാതും അതെ എന്തൊരു ഭംഗിയാണെന്നറിയാം, അതൊന്നും വർണ്ണിക്കാൻ പറ്റാത്തത്ര. ഇപ്പം വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ അത് ഓരോന്നൊക്കെ സെപ്പറേറ്റ് ഒക്കെ എടുക്കായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുക. അത്രയ്ക്ക് ഭംഗി ഓരോന്ന്. അതിൻ്റെ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ ചെറുതാകെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു, ഇങ്ങോട്ട് പോകുന്നു, കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു, അങ്ങനെ മാത്രം. കണ്ടോ ഇതൊക്കെ അതൊക്കെ അടുത്തുനിന്ന് കാണുമ്പോഴേ ഇനി അതിൻ്റെ ഭംഗി വരില്ല. നമുക്ക് ഇങ്ങനെ ഫോട്ടോയിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് ഇത് ലൈറ്റുകളൊക്കെ ഉണ്ടാ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളാണ്. അങ്ങനെ പിന്നെ ഇതന്നെ പാലസും പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ടാ. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. പിന്നെ വന്നത് അവിടെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി എന്താ ഒരു മണം പോലും ഇല്ല. നല്ല ഭംഗിയിൽ മീനൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. നല്ല സ്റ്റൈലാട്ടാ. അതൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ നമ്മുടെ മ്യൂസിയം പോലെയുള്ള இடத்துലേക്ക് പോയി. പിന്നെ ഞങ്ങൾ മണലാരണ്യത്തിൽ, ഇത് ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വെച്ചാൽ മണലിങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടായത് ഉള്ളിൽ കൂടെ തന്നെ ബ്രഷ് ഇട്ടിട്ട് അപ്പം അവർ ഡിസൈൻ ചെയ്ത് തന്നെയാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. ആയിട്ടുള്ള ആൾക്കാരാണത്. പിന്നെ മണലാരണ്യത്തിൽ അവിടെ ഒരു ഫോട്ടോ എടുത്തു, മണലൊക്കെ ആയിട്ട് ഒട്ടകത്തിൻ്റെ കൂടെ. പിന്നെ ഉള്ളത് അവിടുത്തെ ലൈറ്റുകളാണ്.
ഇതൊരു അവിടുത്തെ ഒരു മീനാണ് കേട്ടാ. എന്തൊക്കെയാ ഭംഗികളെന്നറിയാം. അത് പിന്നെ നമ്മൾ ഈ അക്വേറിയത്തിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് എവിടെയാ നിക്കണേന്ന് നമുക്കറിയാം. ഏതൊരു ഭൂഗോളത്തിന്റെ ഉള്ളിൽ നിക്കണ പോലെ, ഏതൊരു എന്താ പറയാ, വലിയൊരു ഇതിന്റെ ഉള്ളിൽ നിക്കണ പോലെ നമുക്ക് തോന്നാം. മുകളിലും ചോട്ടിലും എല്ലാവിടെയും ഫിഷുകൾ ഇങ്ങനെ ഓടിച്ചാടി ഓടിയെടുക്കണ അതുപോലത്തെ കണ്ട, അതൊക്കെ മീനുകളാണ് കേട്ടോ മുകളിൽ കാണുന്നതൊക്കെ. അത്രയ്ക്ക് ഭംഗിയാ അതിന്റെ ഉള്ളിൽ ചെന്ന്. എന്താ നമുക്കിപ്പോ ഒരു ഫീലാണ്, നമ്മൾ എവിടെ നിൽക്കണമെന്ന് നമുക്കറിയില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ഫീലാണ് ഈ അക്വേറിയത്തിന്റെ ഒക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ. അത് വെറൈറ്റി മീനുകളും ഒക്കെ ആയിട്ട് അടിപൊളി, വലുതും ചെറുതൊക്കെ ആയിട്ട് എന്തൊരു ഭംഗിയാന്നറിയാം. പ്ലെയിൻ പോണ പോലെയാണ് ഓരോന്നൊക്കെ പോണത്. അടിപൊളി ഭംഗിയാ. ചുവട്ടിലും മുകളിലാണ്ട് ആൾക്കാർ നിൽക്കാനുള്ള ചുവട്ടിലും മുകളിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റെയർ കേസ് കയറി പോയിട്ട്. അപ്പം അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതന്നെ നമ്മുടെ പല കളറ് ലൈറ്റുകളുടെ ഇതാണ് വരുന്നത്. പല കളറുകൾ മാറി മാറി വരും. ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ അതൊക്കെ ചുവട്ടിലേക്ക്. അപ്പം അതിനൊക്കെ ഓരോ ഇതുകളുണ്ട്. അവരുടെ പനയുടെ ആകൃതിയിൽ ആണ് അവർ അതൊക്കെ ബിൽഡിങ്, ഓരോ സിറ്റികൾ പണിതിട്ടുള്ളത്. പന ഇല്ലേ നമ്മുടെ അവിടുത്തെ പന, ആ പനയുടെ ആകൃതിയിൽ സിറ്റികൾ പണിതിട്ടുള്ളതാണ്. അത് മുകളിൽ നിന്ന് നോക്കിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്കത്. പിന്നെ ഇത് അതിൻ്റെ അടുത്ത് ഒരു ചില്ലിമക്കട നടക്കുമ്പോൾ അത് ചില്ലി പൊട്ടണ പോലെ തോന്നുകയും ചെയ്യും. അതിൻ്റെ ശബ്ദം കേൾക്കും. അത് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലാണ്, ഏറ്റവും അടിയിലേക്ക് കാണും. വലിയ ഉയരമുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ അത് ഭയങ്കര അതൊരു ധൈര്യമുള്ളവർക്ക് മാത്രം അവിടെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്നും കയറിയില്ല, എനിക്ക് പേടിയായിരുന്നു. അത് കാരണം കയറിയില്ല കേട്ടോ. അപ്പോൾ പൊട്ടണ പോലെ തോന്നും ചെയ്യും. അതുപോലെ ആ ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്ക് തോന്നും വീഴുമെന്ന്. പിന്നെ ഇതൊരു ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോന്നിങ്ങനെ പോകുമ്പോഴും അതിനനുസരിച്ച് അതിൻ്റെ അടയാളങ്ങളൊക്കെ, അതിൻ്റെ എത്ര ദൂരം എന്നുള്ളത് അവിടെ അളവൊക്കെ അവിടെ പറയും. അളവുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ എത്ര ദൂരം പോയി അങ്ങനെയുള്ള അളവുകളൊക്കെ കാണിച്ചൊരു ലൈറ്റാണ്. അതും ഒരു അടിപൊളിയാണ്. ഇതൊക്കെ നല്ല തലയുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധി എവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കും നമ്മളൊക്കെ. അത്രയ്ക്ക് ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൊക്കെ നമുക്ക് കാണുമ്പോൾ. നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ പഴയ അവിടുത്തെ ആചാരങ്ങളനുസരിച്ച് ഇതും ഇതാണ്ട വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പോലെയാണ് ആ ലൈറ്റുകളൊക്കെ വരുന്നത്. അതും ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ കുറേ മ്യൂസിയങ്ങളും പണ്ടത്തെ അവരുടെ ആചാരങ്ങളനുസരിച്ച് അവർ ഓരോന്ന് ചെയ്യില്ല, അതൊക്കെ പോയി കണ്ടു. പിന്നെ ഇതൊക്കെ ഇതാണ്ട ലൈറ്റുകളാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഇതാണ് അവിടെ ലൈറ്റുകൾ. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. എന്നാലും അതൊരു പ്രത്യേകത തന്നെയാണ് അവിടെ കേട്ടോ. പിന്നെ ഇത് തന്നെ ഏറ്റവും അധികം ഇങ്ങനത്തെ ലൈറ്റുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതേപോലെ വെള്ളം വീണ പോലെയും ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണല്ലോ. അപ്പം